പാർട്ടിയിലെ അഭിപ്രായ ഭിന്നതയിൽ കടുപ്പിച്ച CPM ദേശീയ നേതൃത്വം. നേതാക്കളുടെ ഭിന്നതയിൽ രൂക്ഷ വിമർശനവുമായി ജനറൽ സെക്രട്ടറി MA ബേബി. അഭിപ്രായം പറയുമ്പോൾ പാർട്ടിക്ക് പോറലേൽക്കാതെ നോക്കണം. കൂട്ടായ്മ മുറുകെ പിടിക്കാൻ കഴിയണം. നേതാക്കളുടെ പ്രതികരണം പാർട്ടിക്ക് ദോഷമായി ബാധിക്കരുത് എന്നും MA ബേബി പറഞ്ഞു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽപ്പെട്ടവർ അഭിപ്രായം പറയുമ്പോൾ അത് പാർട്ടിക്ക് പോറലേൽക്കാത്ത വിധത്തിലായിരിക്കണം. എൻ്റെ അഭിപ്രായം പൊതുവിൽ CPIM സംബന്ധിച്ചിടത്തോളം എല്ലാ തലങ്ങളിലുമുള്ള സഖാക്കൾ പൊതുവിൽ പറയുന്ന അഭിപ്രായങ്ങൾ പാർട്ടി അതിലെ ഐക്യം, അതിലെ കൂട്ടായ്മ അത് മുറുകെ പിടിക്കാൻ സഹായിക്കുന്നതായിരിക്കണം. വിശേഷിച്ച് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. ഇപ്പം പാർട്ടി കേരളത്തിൽ വലിയൊരു തിരിച്ചടിയൊക്കെ നേരിട്ട് രാജ്യത്ത് തന്നെ പാർട്ടി വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പാർട്ടിയിൽപ്പെട്ടവർ പറയുന്നതൊന്നും പാർട്ടിക്ക് ദോഷമാകുന്ന വിധത്തിൽ ആകാൻ പാടില്ല. കേരളത്തിൽ CPM-ന് പലയിടത്തും ഐക്യം നഷ്ടമായെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ വിമർശനം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ പരോക്ഷ വിമർശനവും യോഗത്തിൽ ഉയർന്നു. ചില നേതാക്കളുടെ പെരുമാറ്റം പാർട്ടി ഒന്നാകെ ബാധിച്ചുവെന്നും വിമർശനം. തിരുത്തൽ അനിവാര്യമാണെന്നും നേതാക്കൾ പറഞ്ഞു. കേന്ദ്ര കമ്മിറ്റി ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. ആദിൽ പാലോടും റഹീസ് റഷീദും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം ആദിലേക്കാണ്. അതിൽ MA ബേബിയുടെ പ്രതികരണം കേൾക്കുകയായിരുന്നു. നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പാർട്ടിക്ക് പോറലേൽക്കരുത് എന്നാണ് MA ബേബി കർശനമായി പറയുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട നേതാക്കൾക്ക് പലതരത്തിലുള്ള അഭിപ്രായമാണ്. ആ തരത്തിലൊരു വിമർശന ബുദ്ധിയുള്ള സമീപനം നേരത്തെ MA ബേബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത് കൃത്യമായി പാർട്ടി സെക്രട്ടറിയിലേക്ക്, സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വിരൽ ചൂണ്ടിയുമായിരുന്നു. പക്ഷേ കൂടുതൽ പോറലേൽക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം കൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ളത്. ഉറപ്പായും മാധു അങ്ങനെ തന്നെ വിലയിരുത്തണം. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ വിഴിഞ്ഞം തുറമുഖത്തിലെ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായമായിരുന്നു. ആദ്യം പറഞ്ഞ അഭിപ്രായമായിരുന്നില്ല പിന്നീട് EP ജയരാജൻ അടക്കമുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഭിന്നത വ്യക്തമായിരുന്നതാണ്. മറ്റൊന്ന്, ദിവ്യ SIയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. ഈ പരിക്കേറ്റ് നിൽക്കുന്ന സമയത്ത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന, ദോഷകരമാക്കുന്ന ഭിന്ന അഭിപ്രായങ്ങൾ ഒഴിവാക്കണം എന്നതാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. അത് തന്നെയാണ് MA ബേബി വ്യക്തമാക്കുകയും ചെയ്തത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കൃത്യമായിരുന്നു. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമൊക്കെ പാർട്ടി നേതാക്കൾക്കിടയിൽ സംസ്ഥാന തലത്തിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് കേരളത്തിലെ കാര്യങ്ങൾ കേരളത്തിലെ നേതാക്കൾ പറയും. പക്ഷേ നേതാക്കളുടെ പ്രതികരണം പാർട്ടിക്ക് ദോഷകരമായി ബാധിക്കരുത്. കൂട്ടായ്മ മുറുകെ പിടിക്കാൻ നേതാക്കൾക്ക് കഴിയണം. പാർട്ടിയിൽപ്പെട്ടവർ അഭിപ്രായം പറയുമ്പോൾ പാർട്ടിക്ക് പോറൽ ഏൽക്കാതെ നോക്കണം എന്നുകൂടി MA ബേബി പറഞ്ഞു വെക്കുന്നത് നേതാക്കൾക്കുള്ള കൃത്യമായ വ്യക്തമായ സന്ദേശമാണ് എന്നുള്ളത് ഉറപ്പായി നമുക്ക് പറയാൻ കഴിയും. മറ്റൊന്ന്, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നിപ്പോൾ തുടരുകയാണ്. അല്പസമയം മുൻപ് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ഞാനിപ്പോൾ നിൽക്കുന്ന സുർജിത് ഭവനുള്ളിലേക്ക് യോഗം നടക്കുന്ന ഹാളിലേക്ക് പോയിട്ടുണ്ട്. ഇന്നലെ നടന്ന ചർച്ചയിൽ വിമർശനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ 8 നേതാക്കളാണ് കേരളത്തിൽ നിന്ന് എത്തിയ നേതാക്കൾ സംസാരിച്ചത്. ചില നേതാക്കളുടെ പെരുമാറ്റം പാർട്ടിയെ ഒന്നാകെ ബാധിച്ചിട്ടുണ്ട് എന്ന വിമർശനം നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ പാർട്ടി ഐക്യം പലയിടത്തും നഷ്ടമായിട്ടുണ്ട്. നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായി എന്നുകൂടി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എളമരം കരീം, തോമസ് ഐസക്, PK ശ്രീമതി അടക്കമുള്ള നേതാക്കൾ 8 നേതാക്കളാണ് ഇന്നലെ സംസാരിച്ചത്. ഏതായാലും സംസ്ഥാന നേതൃത്വത്തിനെതിരെ കേന്ദ്ര കമ്മിറ്റിയിൽ വിമർശനം തുടരുന്നു. ഇന്നിപ്പോൾ വീണ്ടും യോഗം ചേരുന്നു. ഈ പാർട്ടി സംസ്ഥാന ഘടകം നേരത്തെ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ തന്നെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാനുള്ള കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നേതാക്കളുടെ വിമർശനം തുടരുന്നതിനിടെയാണ് ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ അഭിപ്രായ ഭിന്നതയിൽ നേതാക്കൾക്ക് വ്യക്തമായ സന്ദേശം നൽകുന്നത്. പാർട്ടിക്ക് ദോഷകരമായ ഒരു പ്രതികരണവും പാടില്ല നേതാക്കളുടെ ഭാഗത്ത് നിന്ന് എന്ന് പരസ്യമായി തന്നെ MA ബേബി പറഞ്ഞു വെക്കുകയാണ്. ശരി, അതിൽ പലരോടാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര കമ്മിറ്റി യോഗം പുരോഗമിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള വാർത്ത. അതിനൊപ്പമാണ് ഇപ്പോൾ MA ബേബിയുടെ പ്രതികരണം കൂടി വന്നത്. നേതാക്കളുടെ പ്രതികരണത്തിൽ ജാഗ്രതയുണ്ടാകണമെന്ന കർശന നിർദ്ദേശമാണ് MA ബേബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്.